ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചിലവിൽ എളുപ്പത്തിൽ ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് റാഗി ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടുള്ള റാഗിയാണ് എടുത്തുള്ളത്. നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം തന്നെ നല്ല രീതിയിൽ കഴുകിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് അധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് കുതിർത്തിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ നല്ല പോലെ ഒന്ന് കുതിർത്തിയിട്ടെടുക്കാം. ഇതിവിടെ ഒരു 4 മണിക്കൂർ നല്ല പോലെ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ മിക്സിന് ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ട് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. നിങ്ങൾക്ക് നല്ല പോലെ അടിഞ്ഞു കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ അടിച്ചെടുത്തതിന് ശേഷം ബാക്കി 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്താൽ മതിയാകും. ഇതൊന്ന് അരിച്ചെടുക്കുക. അതിനായിട്ട് ഒരു പാത്രത്തിന് മുകളിൽ അരിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അടിച്ചെടുത്ത മിക്സ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കുക. അതിനായിട്ട് മൊത്തത്തിൽ മിക്സിന് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു പാത്രത്തിലേക്ക് വീണ്ടും അരിച്ചിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ചെറിയ അരിപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ അരിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തുണി വെച്ചിട്ടും അരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതിൽ നല്ല പോലെ ഉമ്മി ഉണ്ടാകും. അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഉമ്മി കളയണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിച്ചെടുക്കാതെയും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലെ നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്തുള്ള ആ ഒരു പാത്രത്തിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് നിറച്ചിട്ട് തന്നെ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ശർക്കര ചേർത്താലും മതിയാകും. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം തീ ഓൺ ചെയ്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് കട്ടിയായിട്ട് വരുന്നവരെ ഒന്ന് കുറുക്കിയെടുക്കാം. പിന്നെ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട. അപ്പോൾ ഇതിന് റോ ടേസ്റ്റ് ഒന്നും മാറിയിട്ട് കിട്ടൂല. ഇത്രയും മതിയാകും. ഇതിവിടെ നല്ല പോലെ തിക്കായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. ഒത്തിരി ലൂസായിട്ട് പോകരുത്. ഒത്തിരി ലൂസായിട്ട് പോയാൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചെറിയ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ഈ റാഗിൻ്റെ മിക്സ് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഈ ഒരു സ്പാച്ചിലയിൽ ചെറുതായിട്ടൊന്ന് ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് നല്ല പോലെ ഒന്ന് കട്ടിയായിട്ട് വരുന്നവരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതിയാകും. ഇതിവിടെ നല്ല പോലെ തന്നെ സെറ്റായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. പെട്ടെന്ന് ഇങ്ങനെ പ്ലേറ്റിൽ നിന്ന് അങ്ങനെ ഇളകി വരുന്ന ആ ഒരു ടൈപ്പിൽ വേണം കിട്ടാൻ. എനിക്കത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ ഞാൻ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു രീതിയിൽ നല്ല ചെറിയ ക്യൂബായിട്ട് മൊത്തത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി മറ്റൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 160 ഗ്രാമുള്ള 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 2 അച്ച് ശർക്കര എടുക്കുക. ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉള്ളത്. ഇത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ശർക്കര നല്ല പോലെ തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ പൊടിച്ച ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചുള്ള ആ ഒരു ശർക്കര പാനി ചെറിയ ചൂടോട് കൂടിയിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ചൂടുണ്ടാകാൻ പാടില്ല. ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ. ഇതിലേക്ക് 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തേങ്ങയുടെ പാല് മൊത്തത്തിൽ ഇവിടെ എടുത്തുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു റാഗിൻ്റെ കട്ടയുണ്ടല്ലോ അത് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ചേർക്കുകയാണെങ്കിൽ ഒത്തിരി ലൂസായിട്ട് പോകും. ഞാനിതിലേക്ക് കുറച്ച് ബദാം ചോപ്പ് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ റാഗിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്